അവലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെയെല്ലാം തയ്യാറാക്കി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. അതിന് വേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 1.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രൗൺ റൈസിൻ്റെ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട, നല്ല ക്രഞ്ചി ആയിട്ടൊന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് തണുത്ത് വരണം. ഇപ്പം അത്യാവശ്യം ഒന്ന് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈവനിങ്ങിൽ ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്